ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എല്ലാവരും അറിയപ്പെടുന്ന ഒരു കോളേജാണ്, ഓട്ടോണമസ് കോളേജാണ് ആചാര്യ. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ ആചാര്യ എന്ന് പറയുന്ന പേര് നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും, കേരളത്തിൽ നിന്നല്ല എല്ലായിടത്തും നമുക്കറിയപ്പെടും. നമ്മളും അവർക്ക് വേണ്ടി ഇപ്പോൾ UAE-യിലേക്കും അഡ്മിഷൻ ചെയ്യുന്നു, ഇന്ത്യയിലും നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നു, ഈവൻ ആഫ്രിക്കയിൽ നിന്നും നമ്മൾ അഡ്മിഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ടുണ്ട്. അപ്പോൾ ആചാര്യനെ കുറിച്ച് സാറിന് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ അത് ചോദിച്ചാൽ നമുക്ക് പറയാം. ബാംഗ്ലൂർ തന്നെ ഏറ്റവും വലിയ ഒരു ക്യാമ്പസാണ് ആചാര്യ എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനവിടെ പോയിട്ടുമുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഞാൻ മുഴുവൻ ഏരിയ കാണാൻ പറ്റിയില്ല, അത്രയും വലിയൊരു ക്യാമ്പസാണ്. അവിടെ പ്രധാനമായിട്ടും ഏതൊക്കെ ടൈപ്പ് കോഴ്സുകൾക്കാണ് കൂടുതൽ കുട്ടികൾ വരുന്നത് അല്ലെങ്കിൽ ഡിമാൻഡ് ഉള്ളത്? അതായത് അവരുടെ ഏറ്റവും കോറായിട്ട് നിൽക്കുന്നത് എല്ലാം ഒരുപോലെ ഈക്വൽ കോർ നിൽക്കുന്നൊരു ക്യാമ്പസ് കൂടിയിട്ടാണ് ആചാര്യ. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാമ്പസാണ്. പ്രധാനമായിട്ടും ഒരുതല്ല ഫിലിം ഷൂട്ടിങ്ങുകൾ നടക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയിട്ടാണ്. അപ്പോൾ അന്ന് നമ്മൾ പോയപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, ഫിലിംസും മലയാളം ഫിലിംസും ഒക്കെ. ഒരു ആചാര്യയുടെ ക്യാമ്പസ് സ്ട്രക്ചർ സാറിന് ഓർക്കണ്ടല്ലേ, അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇഷ്ടപ്പെടുന്നു. ഇനി ഏതാണ് കോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യമായിട്ട് തന്നെ പറയേണ്ടി വരും. ഒരു IBM കണക്റ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. യെസ്, അതായത് മാനേജ്മെന്റ് സൈഡിൽ നമ്മൾ IBM എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, മറ്റേ കമ്പ്യൂട്ടർ സൈഡോ അല്ലെങ്കിൽ അങ്ങനത്തെ സൈഡിലാണ്. പക്ഷേ മാനേജ്മെൻറ്റ് സൈഡിൽ, അതായത് എസ്പെഷ്യലി BBA പോലെയുള്ള അല്ലെങ്കിൽ BCom പോലുള്ള പ്രോഗ്രാമുകളിൽ അക്കൗണ്ടിങ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, അതായത് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ഇത്രയും കൂടി നമ്മൾ ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഓഡിറ്റിങ് അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ IBM-ൻ്റെ സെപ്പറേറ്റ് ഓതറൈസ്ഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടി ചെയ്യുന്ന ക്യാമ്പസാണ് ആചാര്യയുടേത്. അതുകൊണ്ട് കോമേഴ്സ് സൈഡിൽ ഏറ്റവും ഡിമാൻഡായിട്ടുള്ള പ്രോഗ്രാംസാണ്. അത് ഏറ്റവും ഫാസ്റ്റായിട്ട് ഫില്ലാവുകയും ചെയ്യും. നമ്മൾ ഏറ്റവും ആദ്യം തന്നെ അഡ്മിഷൻ എടുത്ത് വയ്ക്കുന്നതാണ് ഇപ്പോൾ നല്ലത്. അതുപോലെ തന്നെയാണ് അവരുടെ ബയോടെക്നോളജി, അതുപോലെ തന്നെയാണ് അവരുടെ BPharm, MPharm പ്രോഗ്രാംസ്. എന്നുവെച്ചാൽ മിക്ക റിസർച്ചിൻ്റെയും ഏറ്റവും നല്ല രീതിയിൽ ലാബ് സെറ്റ് ചെയ്തിട്ട് ഒരു ഇൻ്റർനാഷണൽ റിസർച്ച് പോലെയുള്ള കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന തരത്തിൽ അവരുടെ പേപ്പർ പ്രസൻറ്റേഷൻസും ഒക്കെ പബ്ലിഷ് ചെയ്യാനൊക്കെ കുട്ടികൾക്ക് സാധിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയിട്ടാണ്. കുട്ടികളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാലങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയിട്ടാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എന്ന് പറയില്ലേ, നമ്മൾ ഏവിയേഷൻ മെയിൻ്റനൻസ് സൈഡ്, അതിൻ്റെ ഒരു വിങ് സ്വന്തമായിട്ട് അവർക്ക് ഫ്ലൈറ്റ്, അതിൻ്റെ കൺസെപ്റ്റ്സ് ഒക്കെയുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്നൊരു കോളേജായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ആചാര്യ. ശരിയാണ്, നേഴ്സിംഗ് സൈഡിലും മറ്റേ പാരാമെഡിക്കലായിട്ട് വരുമ്പോൾ കുറച്ച് പ്രോഗ്രാംസും ഒക്കെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ UAE-യിൽ നിന്ന് പോലും ഏറ്റവും കുട്ടികൾ വന്ന് പഠിക്കുന്ന ഒരു ക്യാമ്പസ് കൂടിയിട്ടാണ്. നമ്മൾ കൂടുതലും ഈ നേഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകളെ പറ്റിയിട്ടാണ് ആചാര്യ കൂടുതലും അറിയപ്പെട്ടിരുന്നത്. സാറ് പറയുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ IBM-ആയിട്ടുള്ള കണക്റ്റഡ് മാനേജ്മെൻറ്റ് കോഴ്സുകൾ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗിൻ്റെ കോഴ്സുകളൊക്കെ ധാരാളം ഈ പറയുന്ന ഒരു ക്യാമ്പസിൽ നിന്ന് അറിയാൻ പറ്റുന്നത്. ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഈ കോളേജ് വിസിറ്റ് ചെയ്ത സമയത്ത് ധാരാളം ഫോറിൻ നാഷണാലിറ്റീസിനെ കണ്ടു. അതിലേക്ക് ആഫ്രിക്കൻ സ്റ്റുഡൻസിൻ്റെ അധികം ഈ പറഞ്ഞ കുറേ അധികം സിംബാബ്വെ എന്ന് പറഞ്ഞ കുട്ടികളും അല്ലെങ്കിൽ സാംബിയ അല്ലെങ്കിൽ മൊസാംബിക്ക്, കെനിയ ഇങ്ങനത്തെ രാജ്യങ്ങളിൽ ഇതൊക്കെ ധാരാളം ഈ കെനിയൻ അല്ലെങ്കിൽ ഈ ആഫ്രിക്കൻ സ്റ്റുഡൻസ് ഈ ക്യാമ്പസിലുണ്ട്. അപ്പോൾ ഒരു മൾട്ടി നാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ക്യാമ്പസ് ആയിട്ട് തന്നെ കണക്കാക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുല്ലോ, നമ്മളും കെനിയയിൽ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ പോയി വിസിറ്റ് ചെയ്ത് പോകുന്നു. അവിടുത്തെ ഒരു ഗണേശ് എന്ന് പറഞ്ഞ സാറിന് പരിചയമുണ്ടെന്ന് വിചാരിക്കുന്നു. ഹീസ് ഫ്രീക്വൻ്റ്ലി വിസിറ്റിംഗ് ആഫ്രിക്ക. അവിടുന്ന് നമുക്ക് ഒത്തിരി സ്കോളർഷിപ്പോട് കൂടി തന്നെ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുന്നു. അതിനുവേണ്ടി സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, ഇൻ്റർനാഷണൽ വിങ് അവരുടെ വളരെ സ്ട്രോങ് ആണ്. എല്ലാ കാര്യത്തിലും കുട്ടികളുടെ ഒപ്പം നിൽക്കുന്നു. നമുക്ക് വേണമെങ്കിൽ അവരായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ആഫ്രിക്കൻസ് നമ്മൾ കണ്ട സ്ഥലം കൂടിയിട്ടാണ് അവിടെയുള്ളത്. അതുപോലെ തന്നെ മറ്റ് നാഷണാലിറ്റീസ് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഇൻ്റർനാഷണൽ ഫീല് എപ്പോഴും കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ്. സെക്യൂരിറ്റി വൈസ് നോക്കിയാലും അതൊക്കെ ആ കോളേജിൻ്റെ സൈഡിൽ നിന്ന്. അതുകൊണ്ടാണല്ലോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ വരാനും ശ്രമിക്കുന്നത്. ഈ എല്ലാ കുട്ടികളും അല്ലെങ്കിൽ പാരൻസും ഒക്കെ ഇപ്പം ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വേണം, അതേപോലെ തന്നെ ആ കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റും കൂടി കിട്ടും എന്നുള്ള കാര്യം അറിയണം. ആചാര്യയിൽ എങ്ങനെയാണ് പ്ലേസ്മെൻറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അതായത് ആസ് എ ബാംഗ്ലൂർ സിറ്റി നമുക്കറിയാം എല്ലാത്തിനും എക്യുപ്ഡാണ്. എസ്പെഷ്യലി ഒരു IT ഹബ്ബായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇൻഡസ്ട്രിക്കും സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒത്തിരി റിക്വയർമെൻറ്റ്സ് ഉള്ള സ്ഥലമാണ് ബാംഗ്ലൂർ. ആചാര്യ ബൈ നെയിം ഇറ്റ് സെൽഫ് പലപ്പോഴും അവരുടെ കുട്ടികളുടെ സ്റ്റാൻഡേർഡ്സിലേക്ക് അവർക്ക് എത്തിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റുന്നുണ്ട്. അതേപോലെയുള്ള ഇൻഫ്രയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഒരുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്താലും അവരത്ര ഇന്നൊവേറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കമ്പനികൾക്ക് വന്നാൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. നല്ല കുട്ടികളെ അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ
അതുപോലെ തന്നെയാണ് അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സാറ് കണ്ടതുകൊണ്ടെന്നറിയാം, ഹെലികോപ്റ്ററിലൊക്കെയാണ് അവിടെ ഈവൻറ്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്ന രീതിയിലേക്ക്. അപ്പോൾ അത് കുട്ടികളുണ്ടാക്കുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. അത് അപ്പോൾ കമ്പനികൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ടെക്നിക്കൽ നോളജ് വേണം, പക്ഷേ എവരി ഹ്യൂമൻ ദാറ്റ് ഈസ് ടു ബി കമ്മ്യൂണിക്കേഷൻ ആണെന്ന് ആവശ്യം, അല്ലേ? പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്കാരെയാണ് ആവശ്യം. ദാറ്റ് ഈസ് ക്രിയേറ്റിംഗ് ബൈ ആചാര്യ. ശരിക്കും പറഞ്ഞാൽ അത് കാലങ്ങളായിട്ട് ആചാര്യയുടെ ഒരു കഴിവാണത്. എല്ലാ ലീഡർഷിപ്പ് ക്വാളിറ്റീസും ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് കുട്ടികളെ കൃത്യമായിട്ട് ലീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോളേജ് തന്നെയാണ് ആചാര്യ. അതുകൊണ്ട് തന്നെ പ്ലേസ്മെൻറ്റിന് അവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നല്ല രീതിയിലുള്ള പ്ലേസ്മെൻറ്റ് കുട്ടികൾക്ക് ഓഫർ ചെയ്യാൻ അവർക്ക് സാധിക്കും. നമ്മളുടെ ഈ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ്? ഇനി ഈ ഇത്രയും നല്ല ക്യാമ്പസ് ആണെന്നൊക്കെ സാറ് പറഞ്ഞു, കുറേ ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ പാരൻസിന് ഈ ക്യാമ്പസ് ഒന്ന് കാണാനുള്ള അവസരം സാർ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ്. ഇത് നമുക്ക് കാണാമെന്ന് പറഞ്ഞാൽ കണ്ടാൽ പിന്നെ നിങ്ങളോട് ജോയിൻ ചെയ്യും. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്യാമ്പസിൻ്റെ പ്രത്യേകതകളും ക്യാമ്പസിൻ്റെ ഡയറക്ടേഴ്സിനെയും അഡ്മിഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കുട്ടികളെ അവിടെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസാണ് ആചാര്യ. പ്രത്യേകിച്ച് നമ്മുടെ ഈ അഡ്മിഷൻ പ്രൊസീജിയറാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്റ്റേറ്റിലും അഡ്മിഷന് പല പല കാറ്റഗറികളുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, പല ഡൊണേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടൊക്കെയുണ്ട്. പക്ഷേ ആചാര്യയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റുകയെന്ന് വിചാരിക്കും. റിസൾട്ടിന് മുന്നേ നിങ്ങൾക്ക് ഒരു സീറ്റ് ആചാര്യയിൽ ബുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ സ്കോളർഷിപ്പോട് കൂടി തന്നെ ചിലപ്പോൾ നമുക്ക് സീറ്റ് ബുക്ക് ചെയ്ത് തരാൻ പറ്റും. മനസ്സിലായോ? അതിനുശേഷം വരുമ്പോൾ ഫീസ് റേഞ്ചിൽ പലപ്പോഴും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. വെച്ചാൽ ഡിമാൻഡഡ് ആവും. ഓഫ് കോഴ്സ് ഡിമാൻഡഡ് ആകുമ്പോൾ അവർക്ക് സീറ്റ് ലിമിറ്റേഷൻസ് വരുന്നു. അപ്പോൾ അതിലൊരു ഫീസ് റേഞ്ചുകൾ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെ പോർട്ടൽ ഓപ്പൺ ആണ്. അതിൻ്റെ QR കോഡ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അവർ ജസ്റ്റ് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിടുകയും നോമിനൽ ഫീസ് മാത്രമാണ് അവർക്ക് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യേണ്ട കാര്യമുള്ളൂ. സീറ്റ് ബുക്ക് ചെയ്ത് വെക്കാനും പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർക്ക് പിന്നീട് ഫീസ് അടയ്ക്കാനും ഈവൻ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ നേരത്തെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ഇപ്പോൾ പ്ലാൻ ചെയ്താൽ ഇപ്പം തന്നെ അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മുടെ കൗൺസിലേഴ്സ് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കും, എല്ലാം മനസ്സിലാക്കി കൊടുക്കും. ഈവൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡയറക്റ്റ് ഡെലിഗേറ്റ്സ് വന്ന് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിനും നമ്മൾ തയ്യാറാണ്. ഓക്കെ, നമ്മളിവിടെ സ്പോട്ട് അഡ്മിഷൻ പോലും ഇപ്പോൾ കൊച്ചിയിലും UAE-യിലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഡേറ്റുകളിൽ നിങ്ങൾക്ക് വരാൻ പറ്റുവാണെങ്കിലും നമുക്ക് എല്ലാ പ്രൊസീജിയറും പറഞ്ഞു കൊടുത്തുകൊണ്ട് എല്ലാം അവരെ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും. താങ്ക് യു. ഇത്ര നേരം ഈ ആചാര്യ എന്നുള്ള ഒരു കോളേജിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞ സാറിനെ താങ്ക് യു വെരി മച്ച്. നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനിലേക്കും അതുപോലെ ആചാര്യനെയൊക്കെ കാണുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ നിങ്ങൾക്ക് സൗകര്യം JBH ഫ്ലൈ ഒരുക്കുന്നുണ്ട്. വെൽക്കം ടു ആചാര്യ. താങ്ക് യു.